ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാനകിയാണ് തമ്പിയുടെ മകൾ എന്ന് തമ്പി തിരിച്ചറിയാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. എന്തായാലും മകള് പറഞ്ഞ അനുസരിച്ച് പശുപതിയെ കാണാനായിട്ട് നമ്മുടെ തമ്പി ചെന്നു. പശുപതിയാണെന്നുണ്ടെങ്കിൽ സാറിനെ അറിയാമെന്നും അപർണ തൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെ പശുപതി ഭയങ്കര സംഭവമായിട്ട് തമ്പിയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തമ്പിക്ക് അറിയേണ്ടത് ജാനകി താമസിക്കുന്ന വീടും ജാനകിയോടൊപ്പമുള്ള സ്ത്രീയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം അറിയാനാണ് തമ്പി തന്നെ വിളിച്ചതെന്നുള്ള കാര്യം പശുപതിക്ക് അറിയുകയും ചെയ്യാം. പശുപതിയോടൊപ്പം തമ്പി കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ജാനകിയുടെയും അതുപോലെ അഭിയുടെയൊക്കെ പിന്നാലെ തന്നെയായിരുന്നു എന്നും അപർണ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളെല്ലാം ഞാൻ വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളായിട്ടാണ് ജാനകിയുടെ വീട്ടിലേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ആദ്യം ആ തള്ളയാണ് ഇറങ്ങി വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം രാധാമണി വാരസ്യാരെ അവർ മനഃപൂർവ്വം വേഷം മാറ്റി അതിൽ കൊണ്ട് നടക്കുന്നതാണെന്നും മറ്റാർക്കും സംശയം തോന്നാതിരിക്കാനാണെന്നൊക്കെ മകളോട് പറഞ്ഞ അതേ ഡയലോഗുകൾ തന്നെ തമ്പിയോടും പറയുക. അപ്പോൾ ശരി, ആയിക്കോട്ടെ. അപ്പോൾ തമ്പിക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് അഡ്രസ്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് തമ്പി വന്ന് ഇവൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ജാനകി വിളിച്ചുകൊണ്ട് പോയ കഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എന്നോട് എൻ്റെ മകൾ പറഞ്ഞതാണ്. നീ ഒരു കാര്യം ചെയ്യണം, അവർ താമസിക്കുന്ന ആ വീടിൻ്റെ അഡ്രസ്സ് അതെനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തരണമെന്ന് പറഞ്ഞപ്പോഴേക്കും അതിനെന്താ സാർ, ഞാൻ തീർച്ചയായിട്ടും തരാം എന്ന് പറഞ്ഞ് അങ്ങനെ അഡ്രസ്സും കൊടുത്തു. ഈ ഒരു സമയത്ത് അവിടെ രാധാമണി അമ്മയുടെ കാര്യങ്ങളും നോക്കി മേരിയമ്മയും ജാനകിയും വീട്ടിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ കഴിക്കാനും കുടിക്കാനൊക്കെ കൊടുത്തിട്ട് അമ്മ എന്തോ ഇഷ്ടക്കേട് പോലെയൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടിയുടെ ഫോട്ടോയൊക്കെ നോക്കിയപ്പോൾ പൊന്നുകുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമമാണ് അമ്മ ഇപ്പോൾ ഈ കാണിക്കുന്നതെന്ന് ജാനകിയും മേരിയമ്മയും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. പക്ഷെ അന്നേരം മേരിയമ്മയാണെങ്കിൽ രാധാമണി അമ്മയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഓരോന്ന് പറയുന്ന ഈ ഒരു സമയത്ത് അമ്മയുടെ മനസ്സൊക്കെ വല്ലാണ്ട് വേദനിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം രാധാമണിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും രാധാമണി മനഃപൂർവ്വമാണ് ഇതൊന്നും സംസാരിക്കാത്തതെന്ന് ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ മേരിയമ്മ പറയുന്നു. എന്തായാലും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ജാനകി ചോദിക്കുമ്പം മേരിയമ്മ പറഞ്ഞത് മോള് മറന്നുപോയോ എന്ന് ജാനകിയോട് ചോദിക്കുക. ഉറപ്പായിട്ടും രാധാമണി കോടതിയിൽ പ്രതികരിച്ചിരിക്കും, അതിനൊരു സംശയവും വേണ്ട, മോള് ധൈര്യമായിട്ടിരിക്കാൻ ഒക്കെ പറഞ്ഞ് ഇവരകത്ത് അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് പുറത്ത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആരായിരിക്കും എന്നോർത്ത് ജാനകി മേരിയമ്മയോട് പറഞ്ഞു, അമ്മയെ മുറിയിൽ ഇരുത്തിയിട്ട് മേരിയമ്മ അങ്ങ് പോരെ, ഞാൻ ചെന്ന് വാതിൽ തുറക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് നേരെ ജാനകി ചെന്ന് വാതിൽ തുറന്നപ്പോൾ ആരെയും കാണുന്നില്ല. ജാനകി ഇങ്ങനെ നോക്കും. അവിടെ പെട്ടെന്നാണ് മുമ്പിലേക്ക് ആ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. വേറെ ആരുമല്ല, തമ്പിയെ കണ്ടപ്പോഴത്തേക്കും ജാനകി ഞെട്ടിപ്പോയി. ഇവനാണെങ്കിൽ മുഖമൊക്കെ ഒരു വലിച്ചു പിടിച്ച രീതിയിൽ, അതായത് നിന്നെ ഞാൻ പിടിച്ചടി എന്നുള്ളൊരു ഭാവത്തിലാണ് വന്ന് കയറുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ തമ്പി ഇങ്ങനെ വന്നൊരു വലിച്ച ചിരിയൊക്കെ ചിരിച്ച് ജാനകിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജാനകി പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാതായിപ്പോയി. ഇതെന്താ ചുറ്റിനും കറങ്ങുന്നത് പോലൊക്കെ ജാനകിക്ക് തോന്നുക. കാരണം ആര് കാണരുതെന്നോ അറിയരുതെന്നോ ആഗ്രഹിച്ചോ അയാൾ വന്നിരിക്കുന്നു തൊട്ട് മുന്നിൽ. അപ്പം എന്ത് ചെയ്യും ജാനകി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചിരിയൊക്കെ ചിരിച്ച് കണ്ടുപിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ജാനകിയെ കളിയാക്കുക. നീ എന്താടി വിചാരിച്ചത്, നീ ഏത് പാഹതാളത്തിൽ പോയി ഒളിച്ചാലും ഈ തമ്പി കണ്ടുപിടിക്കില്ലെന്നോ? പക്ഷെ തമ്പി കണ്ടുപിടിക്കുമെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. നീ എന്തൊക്കെ എവിടെയൊക്കെ ഏതടവ് കാണിച്ചാലും തമ്പി നിൻ്റെ പിന്നാലെ ഉണ്ട്. ഒരു തള്ളയെയും പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് തമ്പി അങ്ങ് ഒലത്തിക്കളയാവുമെന്ന് നീ വിചാരിച്ചോ എന്ന് ചോദിച്ചു. അങ്ങനെ ജാനകി ഇതൊക്കെ കേട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. കാരണം ആ ഒരു സ്തംഭിപ്പ് ഇതുവരെ നമ്മുടെ ജാനകിക്ക് മാറിയിട്ടില്ല. അപ്പോൾ മാറി നിൽക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയെ തള്ളി മാറ്റി ഇയാൾ അകത്തേക്ക് കയറാൻ നോക്കിയപ്പോഴത്തേക്കും ഇറങ്ങൂടാ പുറത്തെന്നും പറഞ്ഞുകൊണ്ട് ജാനകി തമ്പിയോട് ഒച്ച വെച്ചു. വീട്ടിനകത്ത് കയറരുത്, ഇറങ്ങിപ്പോടോ എന്നും പറഞ്ഞ് തന്നെ ഞാൻ വീട്ടിനകത്ത് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി കുറേ പ്രതിരോധിക്കാനായിട്ട് നോക്കി. പക്ഷേ തമ്പി എന്ന് പറയുന്ന തടിയൻ്റെ മുന്നിൽ നമ്മുടെ ജാനകിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. തമ്പി ജാനകിയെ പിടിച്ചു മാറ്റാൻ നോക്കുക. ജാനകി പരമാവധി ശ്രമിച്ചു തമ്പിയെ തള്ളി മാറ്റാനായിട്ട്, പിടിച്ച് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. അവസാനം ഇയാൾ ജാനകിയെ തള്ളി മാറ്റി അകത്തേക്ക് കയറി. ജാനകി അകത്തേക്ക് നിൽക്കടോ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ പിന്നാലെ ചെല്ലുമ്പോഴത്തേക്കും മേരിയമ്മ അങ്ങോട്ട് വന്നു. മേരിയമ്മ ഈ തമ്പിയെ കണ്ടപ്പോഴേക്കും ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. ഓ, ദേ നിൽക്കുന്നു രാധാമണി വാരസ്യാരെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ തമ്പിയെ, അതായത് നമ്മുടെ മേരിയമ്മയെ കളിയാക്കുവാണ്. അങ്ങനെ രണ്ടുപേരെയും കൂടെ അപ്പുറവും ഇപ്പുറവും നിർത്തി തമ്പി അങ്ങ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയില്ലേ. ഒരോലപ്പീപ്പി കാണിച്ച് നീയൊക്കെ എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചല്ലേടി, നീയൊന്നും തമ്പിയുടെ ഒരു രോമത്തെ തൊടുകയല്ല, നിൻ്റെ ഒക്കെ എല്ലാ വേഷം കെട്ടുകളും കള്ളക്കളികളും ഇതോടുകൂടി ഇവിടെ വെച്ച് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ പറയുക. തന്തയും തള്ളയും ഇല്ലാത്തതിൻ്റെ ഗുണമാണ് നീ കാണിക്കുന്നത്. ഏത് തരം താഴ്ന്ന പ്രവൃത്തിയും നീ കാണിക്കും, പക്ഷേ നിനക്ക് കളിയിറക്കി ആൾ മാറിപ്പോയെന്നൊക്കെ പറഞ്ഞ് തമ്പി നിന്ന്
പറയുന്ന ഡയലോഗുകൾ കുറേ അങ്ങ് ഇറക്കി. നിനക്ക് നാണമില്ല ഈ തള്ളയെയും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് തമ്പിയെ പേടിപ്പിക്കാൻ, തമ്പിയെ നീ എന്താണ്ട് ഒലത്തിക്കളയുന്നൊക്കെയാണല്ലോ പറഞ്ഞത്. നീയൊക്കെ കാണിക്കുന്നത് വെറുതെ ആടി, ഒന്നും ചെയ്യാൻ കഴിയില്ലടി. തമ്പി ഇനിയും അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കുവടി. ആരാണ് നാറാൻ പോകുന്നതും ആരാണ് അനുഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് കാണാവടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പിക്ക് രാധാമണിയമ്മയുടെ കാര്യം അറിയില്ലല്ലോ. തമ്പി അങ്ങ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇതിനൊന്നും ജാനകി മിണ്ടിയില്ല. മേരിയമ്മയും കുറേയൊക്കെ മിണ്ടാതിരുന്നു. നിൻ്റെയൊക്കെ പേരിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, നീയൊക്കെ കടന്ന് അനുഭവിക്കുന്നത് എനിക്ക് കാണണം, തന്തയും തള്ളയും ആരാന്നറിയാത്ത നീ ഇത്രത്തോളം അധപ്പതിച്ചു പോയല്ലോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നിനക്ക് തന്തയും തള്ളയില്ലാത്തതിൻ്റെ ചൊരുക്ക് തീർക്കുന്നതല്ലേടി, എൻ്റെ മകളുടെ മുകളിൽ വരാൻ വേണ്ടിയിട്ടുള്ള അഹങ്കാരം അല്ലേടി നീ കാണിക്കണേന്നൊക്കെ ചോദിച്ചുകൊണ്ട് വായി തോന്നുന്നത് കോതയ്ക്ക് വാട്ടം നല്ല രീതിയിൽ തമ്പി കിടന്നങ്ങ് അഴിഞ്ഞാടുക ജാനകിയുടെയും മേരിയമ്മയുടെയും മുന്നിൽ. തമ്പി പറഞ്ഞു തമ്പി എന്താണോ പറയുന്നതെന്ന് തമ്പിക്ക് പോലും അറിയാത്തൊരവസ്ഥയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മേരിയമ്മയുടെ കയ്യിൽ നിന്ന് പോയി നിർത്തടാന്ന് പറഞ്ഞു. നീ എന്താണ് ഇവിടെ കിടന്ന് കുരയ്ക്കുന്നതെന്ന് മേരിയമ്മ തമ്പിയോട് ചോദിക്കാം. അപ്പോൾ മേരിയമ്മയുടെ നേരെ നോക്കിയിട്ട് തള്ളയെന്ന് പറയുമ്പോൾ മിണ്ടാതെ നിൽക്കടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മേരിയമ്മ കഥ കുറേ അങ്ങ് വായിച്ചു. അതായത് പണ്ട് നടന്ന കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനൊരു പേടി, ഇവനൊരു പരിഭ്രമം. എന്തെന്താ ഈ തള്ളയ്ക്കെല്ലാം അറിയാവല്ലോ എന്നുള്ളൊരു രീതിയിൽ മിണ്ടാതിരിക്കതല്ലേ, നിങ്ങൾ ചുമ്മാ ഇവള് പറയുന്ന നുണക്കഥയും കേട്ടുകൊണ്ട് എൻ്റെ നേർക്ക് വന്ന നിങ്ങളെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേരിയമ്മയോട് പറയുക. ആരാണ് ശരിയാകാൻ പോകുന്നതും ആരെയാണ് ശരിയാക്കാൻ പോകുന്നതും നമുക്ക് കാണാടാന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക. അപ്പോൾ പെട്ടെന്ന് മേരിയമ്മ മിണ്ടണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറഞ്ഞു, മോള് മിണ്ടാതിരിക്കുക, ഇവനെ പോലെ ഒരു കാട്ടാളൻ്റെ മുന്നിൽ ഇങ്ങനെ വായടച്ച് മിണ്ടാതെ നിൽക്കാൻ ഈ മേരിയമ്മയ്ക്ക് പറ്റില്ല. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും മേരിയമ്മ പറയുമെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയോട് പറയാം. അപ്പോഴാണ് ഇവന് മനസ്സിലായത് ഇവർ വീണ്ടും എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന്. എന്നിട്ട് ഇവൻ എന്നാ ചെയ്തെന്നറിയോ, എല്ലാവരെയും പറ്റിച്ച് അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും പറഞ്ഞു പേടിപ്പിച്ചെന്നുള്ള രീതിയിൽ ആ പെരക്കകത്തേക്ക് കയറി വീട്ടിൽ ആ റൂമുകൾ മുഴുവനും തപ്പാൻ നോക്കും. അപ്പം മേരിയമ്മയാണെങ്കിലും ജാനകി ആണെങ്കിലും തടഞ്ഞു. പക്ഷേ തമ്പിയല്ലേ പൊന്നുമോൻ, തമ്പി നിൽക്കുമോ? തമ്പി എന്നിട്ട് എന്താ പറയുന്നത് ഇടിച്ച് കയറി റൂമിലേക്ക് ചെന്നപ്പോൾ കാണും നമ്മുടെ രാധാമണിയമ്മ അവിടെ ഇരിക്കുന്നത്. രാധാമണിയമ്മ ഇവൻ കണ്ടു. ഇടിച്ചു കയറി ചെന്ന രാധാമണിയമ്മയെ കണ്ടപ്പോഴത്തേക്കും തമ്പി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. സ്തംഭിച്ചു പോയി തമ്പി. ഇത്രയും നേരം കുരച്ച് ഇങ്ങനെ തെരുവ് നായ കുരയ്ക്കുന്നത് പോലെ കുറച്ചതൊക്കെ വെറുതെ ആയി എന്നുള്ളതായി മനസ്സിലായി തമ്പിക്ക്. ആ സമയത്ത് നമ്മുടെ രാധാമണിയമ്മ ഇവനെ ഒന്ന് നോക്കി. പക്ഷേ രാധാമണിയമ്മയ്ക്ക് മനസ്സിലായില്ല തമ്പിയെ. പെട്ടെന്ന് രാധാമണിയമ്മ പേടിയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോഴത്തേക്കും മേരിയമ്മയും ജാനകി ഓടി വന്നു, കടക്കട പുറത്തൊന്നും പറഞ്ഞുകൊണ്ട്. ഇവൻ പിന്നെ വലിയ ആൾ കളിച്ചുകൊണ്ട് അത്രയും നേരം സംസാരിച്ച പിന്നെ മിണ്ടാട്ടമില്ല. ഒന്നും മിണ്ടാതെ ആശാൻ ഇങ്ങനെ നിൽക്കുക അവിടെ. ഇറങ്ങട കടക്കട പട്ടി പുറത്തുനിന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ മേരിയമ്മ ഇവനെ ആട്ടി ഓടിക്കുക മുറിക്കകത്തുനിന്ന്. അപ്പോഴത്തേക്കും ജാനകി ഓടിച്ചെന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു. തമ്പി പോയി എന്നിട്ട് ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം രാധാമണിയമ്മയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഇവന് എന്തൊക്കെയോ മൊത്തത്തിലൊരു സംശയവും കാര്യങ്ങളൊക്കെ ഇനി രാധാമണീനെ ഇവർക്ക് കിട്ടിയെന്നുള്ള ഇതിൽ. ആ സമയത്ത് തമ്പിയാണെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്നു പോയി, ഇങ്ങനെ ഭയങ്കരമായിട്ട് വെട്ടി വേർക്കുന്നത് പോലെ ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ ഭയങ്കര ആ ഒരു സമയത്ത് നമ്മുടെ മേരിയമ്മ അങ്ങോട്ടേക്ക് ചെന്നു. ജാനകി അമ്മയെയും കൊണ്ടും അങ്ങോട്ടേക്ക് വന്നു. എന്താ തമ്പി, ഇനി നിനക്ക് ഇവിടെ നിന്ന് വല്ലതും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഇനി നിന്റെ നാവ് പൊങ്ങില്ലായിരിക്കും അല്ലേ എന്ന് മേരിയമ്മ ചോദിക്കുക. നിങ്ങൾ ചുമ്മാ വിഷയം ഉണ്ടാക്കരുത്. രാധാമണിയുടെ ഷേപ്പുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുക്കിയും മൂളിയും പറയുമ്പം നാണം ഉണ്ടോടോ തനിക്ക് ഇവിടെ നിന്ന് ചിലയ്ക്കാനെന്ന് മേരിയമ്മ ചോദിക്കുക. രാധാമണി ഇവിടെയല്ല ഉള്ളത്, ചെന്നൈയിലാണ് ഉള്ളത്. രാധാമണിക്ക് ഒരു മോനുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നീയൊക്കെ വെറുതെ വേഷം കെട്ടി ഇറക്കിയതാ ഇതിനെന്നൊക്കെ പറഞ്ഞ് ഇവൻ നിന്ന് ഭയങ്കര സംസാരം. അപ്പോൾ തമ്പി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മേരിയമ്മ അല്ലേ പൊന്നുമോള്, മേരിയമ്മ വിട്ടുകൊടുക്കുമോ? നിർത്തടാന്ന് പറഞ്ഞു. ഇനി നീ നിൻ്റെ നാവെടുത്താൽ ഇവിടെ പെര തൂക്കുന്ന ചൂലുണ്ട്, ആ ചൂലിനെ നിന്നെ ഞാൻ അടിക്കും എന്ന് മേരിയമ്മ പറയുക. അങ്ങനെ മേരിയമ്മ തന്നെ അവസാന ആ രഹസ്യം, നീ ഇനിയും ഇതെല്ലാം നുണക്കഥയാണെന്നും നിനക്കിങ്ങനെ ഒരാളെ അറിയില്ലെന്നും ആ ഒരു ബന്ധത്തിൽ നിനക്കൊരു കുഞ്ഞില്ലെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടന്നു. പക്ഷേ സത്യം ഒരിക്കലും സത്യം അല്ലാതാകുന്നില്ല തമ്പി. നിന്റെ കാലനായി ഒരു മകളോ മകനോ ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. അത് നിന്റെ അടിവേര് തോണ്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തമ്പി അവിടെ നിന്ന് ഇവരെ പേടിപ്പിക്കുക, അതായത് മേരിയമ്മേനെയും അതുപോലെ നമ്മുടെ ജാനകിയെയും. ഇതൊക്കെ കേട്ടിട്ട് നിലത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ രാധാമണിയമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ മേരിയമ്മ ചോദിച്ചു, ഈ നിൽക്കുന്ന സ്ത്രീയെ, ഈ നിൽക്കുന്ന രാധാമണിയെ നിനക്ക് ഓർമ്മയില്ലല്ലേ എന്ന് ചോദിച്ചു. നീ കാരണം ഒരു ജന്മം മുഴുവനും നശിച്ച് സ്വബോധം പോലും ഇല്ലാതെ ഒരു ഭ്രാന്തിയായി ജീവിക്കേണ്ടി വന്നൊരു പെണ്ണാണ് ഈ നിൽക്കുന്നത്. ഇവളുടെ ശാപം ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല എന്ന് പറയുക.
അപ്പോഴേക്കും ഇവൻ വലിയ ഡയലോഗൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പം നിർത്തടാന്ന് പറഞ്ഞു വീണ്ടും രാധാമണിയമ്മയുടെ മുന്നിൽ വെച്ച് മേരിയമ്മ. ഇനി നീ അഹങ്കരിക്കേണ്ട, ഒരു സത്യം നീ മനസ്സിലാക്കിക്കോ. നിനക്ക് വേണ്ടി പടയൊരുക്കത്തിന് ഇറങ്ങിയിരിക്കുന്നത് നിന്റെ സ്വന്തം മകള് തന്നെയാണെന്ന് പറയുമ്പം സ്വന്തം മകളെന്ന് ഓർത്ത് തമ്പി ഇങ്ങനെ നിൽക്കുക. നീ ജീവിതം നശിപ്പിച്ച ഈ നിൽക്കുന്ന രാധാമണി പ്രസവിച്ച മകളാണ് ഈ നിൽക്കുന്ന ജാനകി എന്ന് പറയുമ്പോഴേക്കും ഈശ്വര, ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ചതേ നമ്മുടെ തമ്പി അവിടെ നിൽക്കുന്നു. മേരിയമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവൻ അറിയണം മോളെ, ഈ ദുഷ്ടൻ അറിയണം, ഇനി ഇവൻ നീറി ഇവൻ ജീവിക്കണമെന്ന് പറഞ്ഞു. ഇവൻ ഇത്രയും ദിവസം പറഞ്ഞത് എന്താ? ഇവൻ ഇങ്ങനെ ഒരു തെറ്റേ ചെയ്തിട്ടില്ലെന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. ഈ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തല്ലേ ഇവൻ ഇത്രയും ആള് കളിച്ച് നടന്നു. ഇനി സത്യം അറിഞ്ഞു വെച്ച് ഇവൻ പോരാടട്ടെ, അതിനുവേണ്ടി ഇവൻ പൊരുതട്ടെ. കൂടിപ്പോയാൽ ഇവൻ എന്ത് ചെയ്യും? മോളെ അങ്ങ് കൊല്ലുമായിരിക്കും. പക്ഷേ ഇവൻ അതിനൊന്നും സാധിക്കില്ലെന്നും പറഞ്ഞ് നമ്മുടെ മേരിയമ്മ ഇത്തവണ പൊളിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മേരിയമ്മ അങ്ങോട്ട് കസറ കയറി. പിന്നെ തമ്പിക്ക് മിണ്ടാട്ടില്ല. ജാനകിയുടെ നേരെ ഒരു നോട്ടമായിരുന്നു. ജാനകി അവനെ പുഴുത്ത പട്ടിയെ കാർക്കിച്ച് തുപ്പുന്നെന്ന് പറഞ്ഞതുപോലെ തമ്പിയുടെ നേരെ തുപ്പാനുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കടകട പുറത്തൊന്നും പറഞ്ഞ് മേരിയമ്മ അന്നേരം അവനെ പുറത്താക്കാൻ നോക്കുക. നിനക്ക് അറിയേണ്ടതല്ല, നീ അറിഞ്ഞില്ലേ, ഇനി ഇറങ്ങടാ ഇവിടെ നിന്നും പറഞ്ഞുകൊണ്ട് തമ്പിയെ അടിച്ചിറക്കും നമ്മുടെ മേരിയമ്മ. പിന്നെ തമ്പി കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. തമ്പി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തമ്പിക്ക് മിണ്ടാൻ പറ്റത്തില്ല. തമ്പി ഇനി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടാൻ പോകുന്നത് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഏതായാലും തമ്പിക്കിട്ടുള്ളത് കൊടുത്തിട്ട് തമ്പി സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഇങ്ങനെ വേച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവനങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി മേരിയമ്മയോട് ചോദിച്ചു, മേരിയമ്മ എന്ത് പണിയാണ് കാണിച്ചത്? അയാളോട് എന്നെപ്പറ്റി പറയാൻ എന്തിനു മേരിയമ്മ നിന്നതെന്ന് ചോദിച്ചപ്പം അവനെപ്പോലെ ഒരു ദുഷ്ടനത് അറിയണം മോളെ, ഇനി അവൻ്റെ പ്രവൃത്തികൾ എന്താണെന്ന് നമുക്കറിയാം, ഇനി നോക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ അതേ അമ്മയെ വീടിനകത്തേക്ക് കൊണ്ടുപോയിരുത്തി. അതിനുശേഷം ജാനകി അന്നേരം തന്നെ അഭിയെ വിളിച്ചു, നിരഞ്ജനെ വിളിച്ചു. നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുവാണ്. അപ്പോഴത്തേക്കും അഭിക്കും ആകെ ഇതായി, നിരഞ്ജനയ്ക്ക് ഭയങ്കര ഇതായി. ഇനിയിപ്പോൾ ഈ കേസ് ഏത് രീതിയിലേക്ക് വരുമെന്നുള്ളത് അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവർ പുതിയ തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. അപ്പോഴത്തേക്കും പിന്നെ അഭി പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇനി എന്താണ് നമുക്ക് സക്കീർ ബായിയോടും ഉണ്ണിത്താനും ഒക്കെ ചോദിക്കാം. അതെല്ലാം കഴിഞ്ഞ് തമ്പി ഇങ്ങനെ ചത്ത ശവം കണക്കിങ്ങനെ ഇരിക്കുക വീട്ടിൽ വന്ന്. അത് കഴിഞ്ഞപ്പോൾ അപർണയ്ക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന തമ്പിയുടെ മാറ്റങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങി. തമ്പിയുടെ ഈ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് പോയ അച്ഛനല്ല തിരിച്ചു വന്നതെന്ന് അപർണയ്ക്ക് മനസ്സിലായി. അപർണ എന്നിട്ട് ഇതെല്ലാം ചോദിച്ചുകൊണ്ട് പുറകെ നടക്കുക. തമ്പിയുടെ എന്താ അച്ഛാ പറ്റിയത്, അവിടെ ചെന്ന് എന്താ അച്ഛാ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിയോട് ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ മകളുടെ മുന്നിൽ തൽക്കാലം ഒഴിവായി നിൽക്കുകയാണ്. ഇങ്ങനെ ആ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ നകുലൻ എന്ന് പറയുന്നവൻ ഇനി ജാനകിയെ നേരെ കാണണമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ജാനകിയും അഭിയും കൂടി ഒരു ദിവസം ഇങ്ങനെ പുറത്ത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോണ ഈ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും പോകുന്നത് കണ്ടു. അങ്ങനെ കണ്ട് ഇവരുടെ പിന്നാലെ വരും. ഇവരുടെ പിന്നാലെ വന്നപ്പോൾ ജാനകിയും അഭിയും കൂടി ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ ഇവരുടെ സംസാരത്തിനിടയിൽ. ഈ സമയത്ത് അതായത് ഈ നകുലൻ കയറി വന്ന് ജാനകിയുടെ ഓപ്പോസിറ്റ്, അതായത് ജാനകിയെ കാണാവുന്ന രീതിയിലിരുന്നു. ജാനകി ഇങ്ങനെ നോക്കുമ്പോൾ നകുലൻ വന്നിരിക്കുന്നു. നകുലനെ കണ്ടപ്പോഴത്തേക്കും ജാനകിയുടെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ജാനകി ഇങ്ങനെ കണ്ണൊക്കെ ഇട്ട് വെട്ടിച്ച് ഭയങ്കര ടെൻഷൻ. ഇവനാണെങ്കിൽ ജാനകിയെ നോക്കിയൊരു പുച്ഛിച്ച ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ലവനിൽ നല്ലവനായി ചമഞ്ഞുകൊണ്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അഭി ജാനകിയെ നോക്കി. ജാനകിയുടെ മുഖത്തെ ഭാവമാറ്റം, അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ നിറഞ്ഞ മുഖം, ഇതൊക്കെ നമ്മുടെ അഭിക്ക് മനസ്സിലായി. ജാനകിയോട് അന്നേരം അഭി ചോദിച്ചു, എന്ത് പറ്റി ജാനകി, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല അഭിയേട്ടാ എന്ന് പറഞ്ഞു. നമുക്കിവിടുന്ന് പോകാം എന്ന് പറയുമ്പോൾ, പോകാനോ, ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ എവിടെ പോകാനാണ് ചോദിക്കുമ്പോൾ, എനിക്കെന്തോ ഇവിടെ ഇരിക്കാൻ തോന്നുന്നില്ല, നമുക്ക് പോകാം അഭിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറയാം. അപ്പോൾ അഭിക്ക് എന്താണെന്ന് അറിയില്ലല്ലോ കാര്യം. അഭി പറഞ്ഞു, നീ എന്താ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭി ഇങ്ങനെ ജാനകിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. വാ അഭിയേട്ടാ നമുക്ക് ഇവിടുന്ന് പോകാം, നമുക്ക് വേറെ എവിടെന്നെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി എന്നിട്ട് അഭിയായിട്ട് അവിടെ നിന്ന് പോകാനൊക്കെ നോക്കുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. ഇനി തമ്പിയുടെ തീരുമാനം എന്താണ്? തമ്പി മകളായി ജാനകി അംഗീകരിക്കുമോ, അതിന് കൊല്ലാൻ നോക്കുമോ, കേസ് നടത്തി ജാനകി അപമാനിക്കാൻ ശ്രമിക്കുമോ, തുടങ്ങിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞാൽ തീരാത്ത അത്യുഗ്രൻ മുഹൂർത്തങ്ങളുമായിട്ട് നമ്മുടെ കഥ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.